ബുർക്കിന ഫസോയുടെ പ്രസിഡന്റ് ക്യാപ്റ്റൻ ഇബ്രാഹിം ട്രോറെ ലോക ശ്രദ്ധയിലേക്ക് വന്നിട്ട് അധിക നാളുകളായില്ല. രണ്ടാം ലോക മഹായുദ്ധത്തിൽ നാസികൾക്കെതിരെയുള്ള വിജയത്തിന്റെ 80ാം വാർഷികത്തോടനുബന്ധിച്ച് മോസ്കോയിൽ നടന്ന ലോകത്തിലെ പല രാഷ്ട്രത്തലവന്മാരും പങ്കെടുത്ത പരിപാടിയിൽ ഇബ്രാഹിം ട്രോറെ നടത്തിയ സുദീർഘമായ പ്രഭാഷണം ലോകത്തിലെ സാമ്രാജ്യത്വ ശക്തികൾക്ക് വലിയ ആഘാതമായിരുന്നു. ബുർക്കിന ഫാസോ എന്ന ആഫ്രിക്കൻ പദത്തിന്റെ അർത്ഥം അഴിമതിയില്ലാത്ത നാട് എന്നാണ്. എന്നാൽ ഏതാനും വർഷം മുൻപ് വരെ അഴിമതിയുടെ കുത്തരങ്ങായിരുന്ന ബുർക്കിന ഫാസോ എന്ന പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ കുഞ്ഞുനാടിനെ ശുദ്ധികലശം ചെയ്യുമെന്ന ഉറച്ച തീരുമാനത്തോടെ കടുത്ത നടപടിയിലേക്ക് നീങ്ങുകയാണ് ക്യാപ്റ്റൻ ഇബ്രാഹിം ട്രോറെ. 1960 വരെ ഫ്രഞ്ച് കോളനിയായിരുന്ന ബുർക്കിന ഫാസോ ധാരാളം പ്രകൃതിദത്തമായ വിഭവങ്ങളാൽ സമ്പന്നമാണെങ്കിലും ഒരു ദരിദ്ര രാഷ്ട്രമായി തന്നെ തുടരുകയാണ്. 6 പതിറ്റാണ്ട് മുമ്പ് കോളനി ഭരണം അവസാനിച്ചിരുന്നെങ്കിലും വ്യാവസായികമായും കാർഷികമായും ഇന്നും പിന്നോക്ക അവസ്ഥയിലാണ് ബുർക്കിന ഫാസോ. 2022 സെപ്റ്റംബറിൽ ഒരു ജൂനിയർ ഓഫീസറായിരുന്ന ഇബ്രാഹിം ട്രോറെ ഒരു സൈനിക അട്ടിമറിയിലൂടെ ഇടക്കാല പ്രസിഡന്റ് പോൾ ഹെൻറി ഡൊമിപ്പയെ പുറത്താക്കി രാജ്യത്തിന്റെ അധികാരം പിടിച്ചെടുത്തു. അന്ന് ഇബ്രാഹിം ട്രോറയ്ക്ക് വയസ്സ് 34. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ രണ്ടാമത്തെ രാഷ്ട്രത്തലവൻ. രാജ്യം സ്വതന്ത്രമായി 6.5 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും പഴയ കൊളോണിയൻ ശക്തികൾ രാജ്യത്തിന്റെ വിഭവങ്ങൾ ചൂഷണം ചെയ്യുന്നതും ഫ്രാൻസിന്റെ പട്ടാളം അവിടെ തുടരുന്നതും തടയുന്നതിനായുള്ള പ്രവർത്തനങ്ങൾക്കാണ് പ്രസിഡന്റ് ഇബ്രാഹിം ട്രോറെ മുൻകൈയെടുത്തത്. എന്നതുകൊണ്ട് തന്നെ 2022 മുതൽ ഇങ്ങോട്ട് 18 വധശ്രമങ്ങളാണ് ഇബ്രാഹിം ട്രോറെ എന്ന പ്രസിഡന്റ് അതിജീവിച്ചത്. സ്വർണം, വെള്ളി തുടങ്ങിയ ധാതുക്കളുടെ വലിയ നിക്ഷേപമുള്ള മണ്ണാണ് ബുർക്കിന ഫാസോ. എന്നാൽ അവ ഖനനം ചെയ്യാനുള്ള തദ്ദേശീയരായ ജനങ്ങളുടെ സാങ്കേതിക വിദ്യയുടെയും വൈദഗ്ധ്യത്തിന്റെയും കുറവിന് മുതലെടുത്ത് പാശ്ചാത്യ സാമ്രാജ്യത്വ ശക്തികളും കോർപ്പറേറ്റുകളും കാലങ്ങളായി തങ്ങളുടെ കയ്യിലെ കളിപ്പാട്ടം പോലെ ബുർക്കിന ഫാസോയിലെ ഭരണകർത്താക്കളെ ഉപയോഗിക്കുകയായിരുന്നു. 2022 പട്ടാള അട്ടിമറിയിലൂടെ സാമ്രാജ്യത്വ ശക്തികൾക്ക് സൗകര്യം ചെയ്തു കൊടുത്ത ഭരണകൂടത്തെ മാത്രമല്ല ഇബ്രാഹിം ട്രോറെ എന്ന ചെറുപ്പക്കാരൻ തുരത്തിയത്, കൂടെ ഫ്രഞ്ച് സൈന്യത്തെയും അവരുടെ സ്വർണ്ണ ഖനന കമ്പനികളെയും തന്റെ രാജ്യത്ത് നിന്ന് പുറത്താക്കി. ഏറ്റെടുത്ത സ്വർണ്ണ ഖനന കമ്പനികൾ ദേശസാൽക്കരിക്കുകയും അതുവഴി ലഭിക്കുന്ന അധിക സമ്പത്ത് രാജ്യത്തിന്റെ പുരോഗതിക്കായി ഉപയോഗിക്കാനും ആരംഭിച്ചു. കൂടാതെ തദ്ദേശീയരായ ജനങ്ങളെ സ്വർണ്ണ ഖനനത്തിനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിദഗ്ധരാക്കുക എന്ന ദീർഘകാല പദ്ധതിയും നടപ്പാക്കുന്നു. ഇത്തരം നടപടികൾ പാശ്ചാത്യ രാജ്യങ്ങൾക്കും കോർപ്പറേറ്റുകൾക്കും വലിയ നഷ്ടമുണ്ടാക്കുമെന്ന തിരിച്ചറിവിൽ ട്രോറയെ ഇല്ലാതാക്കാനുള്ള വഴി എന്ന രീതിയിലാണ് 18 വധശ്രമങ്ങൾ ഉണ്ടായതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇരുണ്ട ഭൂഖണ്ഡമായ ആഫ്രിക്ക എന്നും തങ്ങളുടെ കോളനികളായി നിലനിൽക്കണമെന്ന പാശ്ചാത്യരുടെ ചിന്താഗതിക്കും പരിഹാരം കാണാനുള്ള ശ്രമത്തിലാണ് ഇബ്രാഹിം ട്രോറെ. മുഴുവൻ ആഫ്രിക്കൻ രാഷ്ട്രങ്ങളും പാശ്ചാത്യ ശക്തികളെ തുരത്തണമെന്നും സമ്പത്തിന്റെ വലിയൊരു ഭാഗം ആഫ്രിക്കയ്ക്ക് പുറത്തുള്ളവർ അനുഭവിക്കുമ്പോഴും ആഫ്രിക്കയിലുള്ളവർ ഇന്നും പട്ടിണിയും പരിവട്ടവുമായി കഴിയുന്നത് ഇല്ലാതാക്കാനുള്ള ശ്രമത്തിനായി മുഴുവൻ ആഫ്രിക്കൻ രാജ്യങ്ങളെയും ഏകോപിപ്പിക്കുന്നതിനായി അനേകം കൊടികളും അനേകം നാണയവുമുള്ള സിസ്റ്റം മാറ്റണമെന്നാണ് ഇബ്രാഹിം ട്രോറെ ആഫ്രിക്കൻ രാഷ്ട്രത്തലവന്മാരോട് ആവശ്യപ്പെടുന്നത്. ഇതിന് ഫലം കണ്ടു തുടങ്ങിയെന്നാണ് സമീപകാല സംഭവവികാസങ്ങൾ തെളിയിക്കുന്നത്. ഫ്രഞ്ച് സേനയുടെ സാന്നിധ്യം അവസാനിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ചില ആഫ്രിക്കൻ രാജ്യങ്ങൾ. ഇബ്രാഹിം ട്രോറെ ഇന്ന് രാഷ്ട്രം പുനർനിർമ്മിക്കാനുള്ള ശ്രമത്തിലാണ്. അതിനായാണ് അയാൾ പാശ്ചാത്യ സഹകരണം ഒഴിവാക്കിയതും ഫ്രഞ്ച് സൈന്യത്തെ പുറത്താക്കിയതും സ്വർണ്ണഖനികൾ ദേശസാൽക്കരിച്ചതും. അതുതന്നെയാണ് പാശ്ചാത്യരുടെ കണ്ണിലെ കരടാകാൻ കാരണം, 18 തവണ വധശ്രമത്തിന് വിധേയമാകാനുള്ള പ്രധാന കാരണം. ഇന്ന് ബുർക്കിന ഫാസോ എന്ന കുഞ്ഞൻ രാഷ്ട്രത്തിന്റെ സഹകരണ രാജ്യങ്ങൾ റഷ്യ, ക്യൂബ, വെനസ്വല പോലുള്ള രാജ്യങ്ങളാണ്. പാശ്ചാത്യർ പക്ഷേ അടങ്ങിയിരിക്കാൻ തയ്യാറല്ല. ഭീകരവാദികളെ കയ്യേച്ച് സഹായിക്കുന്നത് നാറ്റോ അംഗരാജ്യങ്ങളാണ് എന്നാണ് ഇബ്രാഹിം ട്രോറെ ഉന്നയിക്കുന്ന പ്രധാന ആരോപണമായി മാത്രം അതിനെ തള്ളിക്കളയാൻ സാധിക്കില്ല. 100 കണക്കിന് ആളുകളുടെ മരണത്തിനിടയാക്കിയ 2024 കലാപം ഇത് ശരിവെക്കുന്നു. രാജ്യത്തെ വലിയൊരു വിഭാഗം ജനങ്ങൾ ഇബ്രാഹിം ട്രോറയെ പിന്തുണക്കുമ്പോൾ തന്നെ എതിർ ശബ്ദങ്ങളും കേൾക്കുന്നുണ്ട്. രാജ്യത്ത് തിരഞ്ഞെടുപ്പിലൂടെ പുതിയ ഭരണം ആരംഭിക്കാനുള്ള ശ്രമങ്ങൾ ട്രോറെ നടത്തുന്നില്ല എന്നതാണ് വിമർശകരുടെ പ്രധാന ആരോപണം. രാജ്യം നിലവിൽ അശാന്തിയിലാണ്. രാജ്യത്ത് ശാന്തത കൈവന്ന ഉടനെ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമെന്നാണ് ഇതിന് ട്രോറെ നൽകുന്ന മറുപടി. സാമ്രാജ്യത്തിനെതിരിലും മുതലാളിത്തത്തിനെതിരിലുമുള്ള ബുർക്കിന ഫാസോ എന്ന കൊച്ചു രാജ്യത്തിന്റെയും അതിന്റെ നിലവിലെ പ്രസിഡന്റ് ഇബ്രാഹിം ട്രോറയുടെയും നടപടികൾ ലോകത്ത് എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് കാത്തിരുന്ന് കാണാം.